ഭയങ്കരമായിട്ട് ഓവർ എക്സ്പ്രഷൻസ് കൊടുത്തിട്ടാണ്. അതായത് ഒരു ചിക്കൻ്റെ ലെഗ് പീസ് ആണെങ്കിൽ എന്നുള്ള മീനൊക്കെ കഴിച്ചത്. കഴിഞ്ഞ 2 ദിവസമായിട്ടേ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കല്യാണിയെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. കല്യാണിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്തോ ഈ ആൾക്കാർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കല്യാണിയുടെ ചാനലിൽ കല്യാണി ഒരു ഫുഡ് റിവ്യൂ, അതായത് സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ്, അതായത് ASMR വീഡിയോസൊക്കെ പോലെ പുള്ളിക്കാരത്തി ആ അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് എല്ലാവരെയും കാണിച്ചുകൊണ്ട് കഴിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. ആ വീഡിയോയിൽ കുറച്ച് ഓവർ എക്സ്പ്രഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഒരാളെക്കുറിച്ച് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യത്തിൽ, എസ്പെഷ്യലി അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ, അതായത് അവർ പറയുന്ന കാര്യങ്ങളിൽ കള്ളമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, അല്ലെങ്കിൽ തിരുത്തലുകൾ നമുക്ക് പ്രകടിപ്പിക്കാം. എന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ സ്വന്തം ചാനലിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോണ്ടന്റുകൾ കൊടുക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് സത്യമാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്കതിനെ എതിർക്കാം. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള മറ്റ് കോണ്ടന്റുകൾ ചെയ്യുമ്പോൾ അവരിടുന്ന എക്സ്പ്രഷനെയും അല്ലെങ്കിൽ ആ കോണ്ടന്റിനെയും ആ വ്യക്തിയെയും ഒക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അത്ര ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാൾക്ക് എതിരഭിപ്രായം പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു വ്യക്തിയോടുള്ള ഇഷ്ടക്കേടൊന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. എസ്പെഷ്യലി നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ. ഒരഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിയോട് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടക്കേടുകളൊന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. എസ്പെഷ്യലി അവരെ നമുക്ക് നേരിട്ട് പരിചയമില്ല. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളോടോ കാണിക്കുന്ന കാര്യങ്ങളോടോ ആയിരിക്കാം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലേ? അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനപ്പുറത്തേക്കും ആ വ്യക്തി എന്ത് ചെയ്താലും ഞങ്ങൾ മോശം മാത്രമേ പറയുള്ളൂ, ആ വ്യക്തി എന്ത് ചെയ്താലും തെറ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ കല്യാണിക്കും ജീവിക്കണ്ടേ? കല്യാണിയുടെ ചാനലാണ്, കല്യാണിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉള്ള കോണ്ടന്റുകൾ ചെയ്യാൻ പാടില്ലേ? എസ്പെഷ്യലി അതൊരു ഫുഡ് റിവ്യൂ ആണ്. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡ് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനെ റിവ്യൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരത്തി എവിടെയോ പുറത്ത് പോയിട്ട് വന്നപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാടൻ ഫുഡ്, മീൻകറിയോ സംതിങ്, അപ്പോൾ അത് മറ്റുള്ളവരോട് കാണിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഓവർ ഒരു എക്സ്പ്രഷനൊക്കെ പുള്ളിക്കാരത്തി വാരി വിതറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പം ഈ ഫുഡ് റിവ്യൂ കാണിക്കുന്ന റിവ്യൂവേഴ്സിൻ്റെ ചാനൽസ്, ASMR വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ സാധാരണ വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ അത്രമാത്രം എക്സ്പ്രഷൻസും അങ്ങനെ സൗണ്ട് കേൾപ്പിച്ചിട്ടൊക്കെ ആയിരിക്കുമോ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്? അങ്ങനെ ഇരുന്ന് സൗണ്ട് ക്രം പ്രം പ്രം ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ കേൾപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർ നല്ല വീക്ക് വെച്ചിരില്ലേ? ഒരൊറ്റ തട്ട് വെച്ചിട്ട് മിണ്ടാതെ സൗണ്ട് ഉണ്ടാകാതെ കഴിക്കുക എന്നുള്ളതാണല്ലോ ടേബിൾ മാനേഴ്സ്. നമ്മളതൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എന്ന് കരുതി നമ്മളിങ്ങനെ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കീപ്പ് ചെയ്യുന്ന മാനേഴ്സ് അല്ലെങ്കിൽ മര്യാദകൾ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് എന്നല്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ മര്യാദയ്ക്കിരുന്ന് കഴിക്കുമെങ്കിൽ പോലും വലിയ രീതിയിൽ അങ്ങോട്ട് ഓവർ എക്സ്പ്രഷൻ ഒന്നും ഇട്ട് കൊടുത്ത് ഫുഡ് കഴിക്കാറില്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ASMR വീഡിയോസിൽ കാണിക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഭയങ്കരമായിട്ട് ഓവർ എക്സ്പ്രഷൻസ് കൊടുത്തിട്ടാണ്. അതായത് ഒരു ചിക്കൻ്റെ ലെഗ് പീസ് ആണെങ്കിൽ എന്നുള്ള മീനൊക്കെ കഴിച്ചത് ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻ നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ, അതും എസ്പെഷ്യലി പുറത്ത് പോയിട്ട് ഒരാൾ വന്നിട്ട് വിശന്നിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ കഴിക്കാറേ ഉള്ളൂ. അപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ കുറച്ച് ഓവർ എക്സ്പ്രഷൻ ഇടുന്നതിലൊന്നും ഒരു തെറ്റില്ല. മാത്രമല്ല അത് അവരുടെ മുഖത്ത് വരുന്ന, ഒരാളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ എന്നുള്ളത് മറ്റുള്ളവരെ പറ്റിക്കുക എന്നൊന്നുമില്ല. അവർക്ക് ആ കഴിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നി അവർ ചെയ്തു. അതിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കല്യാണിയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അന്ന് പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരത്തിക്ക് മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. കാരണം ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോയി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതിൽ തൻ്റെ ഭാഗത്തേക്ക് സത്യം വരാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് മെൻ്റലി ഒന്ന് ഡൗൺ ആയി പോയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പണ്ടെന്ന് പറഞ്ഞ കല്യാണം നല്ല വെളുത്ത് തൊടുത്ത് സുന്ദരി കുട്ടിയായിട്ട്, ഇപ്പോഴും സുന്ദരിക്കുട്ടി തന്നെയാണ്. പക്ഷെ അന്നത്തെ ഹെയറിൻ്റെ ടെക്സ്ചർ പോലും അല്ല ഇന്ന് കല്യാണിയുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മുടിയൊക്കെ വല്ലാണ്ട്, പണ്ടൊക്കെ ഞാൻ ഈ പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ ആലോചിക്കാറുണ്ടായിരുന്നു, ഹെയർ ഒക്കെ എന്ത് രസമാണല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ. പുള്ളിക്കാരത്തിൻ്റെ അമ്മയ്ക്ക് നല്ല ലോങ് ആൻഡ് ഹെൽത്തി ഹെയർ ഉണ്ട്. ചിലപ്പം അത് ജനറ്റിക്കായിട്ട് കിട്ടുന്നതായിരിക്കാം. ഷോർട്ടായിട്ട് പുള്ളിക്കാരത്തി എപ്പോഴും പോയി മുടി കട്ട് ചെയ്യുന്നത് കാണാം. എങ്കിൽ പോലും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഹെയർ പുള്ളിക്കാരത്തിക്ക് ഉണ്ടല്ലോ. അത് നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ട്, ഇവിടെയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട്, ഇങ്ങനെ മുടിയുടെ താഴെ വരുമ്പോഴത്തേക്ക് നല്ല ബോളായിട്ട് ഇങ്ങനെ
കേളി ആയിട്ടൊക്കെ കിടക്കുന്ന ഇങ്ങനത്തെ നാച്ചുറൽ ഹെയർ ഉണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുക. അത് പുള്ളിക്കാരത്തി വീട്ടിൽ നിൽക്കുന്ന വ്ളോഗാണെങ്കിലും ഇവിടെയൊക്കെ മുടി നല്ല നല്ല ടെക്സ്ചറിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 1-2 മാസമായിട്ട് പുള്ളിക്കാരത്തിൻ്റെ മുടിയിൽ പോലും ഒരു ടെക്സ്ചർ ഇല്ലാതെ വല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടൊരു കല്യാണിയായിട്ട്. അതും ആ കോണ്ടന്റുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കുക എന്നൊക്കെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരത്തി അല്ലേ ഈ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് ഭയങ്കര ഡൗൺ ആണ്. പക്ഷെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ കാര്യം വന്ന് പുള്ളിക്കാരത്തിയുടെ ഭാഗം ശരിയാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അന്ന് പബ്ലിക്കിൻ്റെ ഭാഗത്ത് നിന്ന് പുള്ളിക്കാരത്തിക്ക് എതിരെ വന്ന, അതായത് പബ്ലിക്കിന് കാര്യം മനസ്സിലായതിനു ശേഷം അവർ സത്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാഗം തെറ്റാണെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ എന്നുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും മറ്റു രീതിയിലൂടെ ഉള്ള കാര്യങ്ങളാണെങ്കിലും പുള്ളിക്കാരത്തി പണ്ടത്തെ ഇതിൽ നിന്ന് ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യട്ടെ. ഇപ്പോൾ ഒരു കോസ്മെറ്റിക് ക്രീം അല്ലെങ്കിൽ പ്രോഡക്റ്റ് തന്നിട്ട് ഫേക്കായിട്ട് അവർ അതിൻ്റെ ഒരു ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കതിന് എതിരഭിപ്രായം പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ക്ലിനിക്കിനെതിരെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെയോ പോയിട്ട് ഉള്ള സത്യത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെതിരെ അഭിപ്രായം പറയാം. നേരെ മറിച്ച് അവരുടെ വീട്ടിൽ അവരുണ്ടാക്കുന്ന ആഹാരം അവർ കഴിച്ചിട്ട് അവർക്ക് എക്സ്പ്രഷൻ എന്തെങ്കിലും ഇടാൻ തോന്നി, അവർക്കറിയാം അവർക്കിപ്പോൾ അതായത് പണ്ടത്തെ പോലെ ഒരു രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കോണ്ടന്റുകൾക്ക് അവർക്ക് പറ്റുന്നില്ല, ദാരിദ്ര്യമുണ്ട്. അപ്പോൾ അവർ ഈ ഫുഡ് റിവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് അവർ കഴിക്കുന്നു. അവർ കഴിക്കുമ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഓവർ എക്സ്പ്രഷൻ വാരി വിതറി അതിൽ നമ്മൾ അഭിപ്രായം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് മോശമായി പോവില്ലേ? നമുക്ക് അഭിപ്രായം പറയാൻ സ്ട്രോങ് ആയിട്ടുള്ള എത്ര കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കല്യാണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2 കാര്യത്തിനാണ് ഞാൻ എതിരെ അഭിപ്രായം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് കല്യാണി എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ കണ്ട അപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ തോന്നും എന്നുള്ള രീതിയിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള യുദ്ധത്തിനുള്ള മനസ്സൊന്നും തോന്നേണ്ട കാര്യം നമുക്കില്ല. ബിക്കോസ് നമുക്ക് നേരിട്ട് അറിയത്തില്ല പുള്ളിക്കാരത്തിയെ. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള സത്യവശങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോൾ അവരുടെ ചാനലിൽ ശരിയാണ്, അവർക്കെതിരെ ഒരുപാട് ആളുകൾ സംസാരിച്ചു പ്രതികരിച്ചു എന്ന് കരുതി അവരുടെ ചാനലിൽ അവർക്ക് ഒരു കാര്യങ്ങളും ഇടാൻ പറ്റില്ല. എന്ത് കാര്യം ഇട്ടാലും അവർക്കെതിരെ റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശകരമായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഓവർ ആക്ടിങ്, എന്തൊരു ശരിയാണ്. ഞാൻ ആ വീഡിയോ പോയി കണ്ടു. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ മുഴുവൻ ഓവർ ആക്ട് ചെയ്യല്ലേ, വെറുപ്പിക്കല്ലേ എന്നുള്ള കാര്യങ്ങളാണ്. അതവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അവരിടുന്നു. അതിനെ മറ്റൊരാൾ എടുത്തു വെച്ച് സംസാരിച്ച് കഴിയുമ്പോൾ അത് കുറച്ച് മോശമല്ലേ എന്ന് എനിക്ക് തോന്നി. ഞാൻ പറയുന്നതിനോട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം കേട്ടോ, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടാം. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. ഞാൻ ഇന്നലെ ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഇതൊരു വ്യക്തിപരമായിട്ടുള്ള സംഭവത്തിലേക്ക് പോകുന്നത് പോലെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കുറ്റപ്പെടുത്തൽ. അവരുടെ ചാനൽ, അവരുടെ കോണ്ടന്റ്, അവരുടെ ചോറ്, അവരുടെ അമ്മ വെച്ച കറി, അവർക്ക് ഇഷ്ടമുള്ള എക്സ്പ്രഷൻ മുഖത്ത് വാരി വിതറി അവർക്ക് അവിടെ നിന്ന് കഴിക്കുകയോ അത് കാണിക്കുകയോ ഒക്കെ ചെയ്യാം. അവരുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന നെഗറ്റീവ് കമൻസിന് അവർ നല്ല കൊടുക്കുന്നുണ്ട്, ചിലർ ഡിലീറ്റ് ചെയ്യുന്നത് മൈൻഡ് ചെയ്യുന്നുമില്ല. അതിനപ്പുറത്തേക്ക് മറ്റൊരാളിരുന്ന് അതേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന എന്തൊരു വെറുപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക്, വ്യക്തിപരം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഫുഡ് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഓവർ എക്സ്പ്രഷനൊക്കെ കൊടുത്തേ പറ്റത്തുള്ളൂ. അത് ഫുഡ് റിവ്യൂ ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ASMR അങ്ങനെയല്ലേ പറയുന്നത്, ഈ ഫുഡ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന കോണ്ടന്റിനൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെയുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ഒരു കാലത്തും നമ്മുടെ മുഖത്ത് വരാത്ത എക്സ്പ്രഷൻസ് ഒക്കെയാണ് അവർ കാണിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ വീട്ടിലിരുന്ന ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പ്രായമുള്ളൊരു താടിക്ക് നല്ല തട്ട് എന്നിട്ട് ഇങ്ങോട്ടൊന്ന് കഴിക്കും, ഛർദ്ദിക്കാൻ വരുന്നു നീ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾപ്പിച്ചിട്ട് എന്ന് പറയും. മനസ്സിലായില്ലേ? ചുമ്മാ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് TV-യിൽ ഹാർപ്പിക്കിൻ്റെ പരസ്യം വന്നാൽ അപ്പോൾ തന്നെ പുള്ളിക്കാരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് ആ പരസ്യം കാണുമ്പോൾ പ്രത്യേകിച്ച് അതൊരു പരസ്യമല്ലേ എന്നുള്ളൊരു തോന്നലാണ്. ഇനി എൻ്റെ ചൊറി പിടിച്ച ചിന്താഗതിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ വ്യക്തി നമ്മളെക്കാട്ടിലും ഒരു 2-3 വയസ്സ് ഇച്ചിരി എൽഡറായിട്ടുള്ള ആളാണ്. അപ്പോൾ സ്ത്രീയാണ്. പുള്ളിക്കാരത്തേക്ക് അത് പെട്ടെന്ന് തന്നെ അത് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര അത് മാറ്റിക്കേ എനിക്കത് നോർമലായിട്ട് തോന്നുന്നില്ല. ഞാൻ അപ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കുന്ന സമയത്തൊക്കെ പറയും ഓവറാവല്ലേ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണോ അവർക്ക് ശരിക്കും അങ്ങനെ തോന്നിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല ഹാർപ്പിക്കിൻ്റെ പരസ്യം കാണുമ്പോൾ. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഈ സീരിയലൊക്കെ
മുതിർന്നവർ കാണുമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പരസ്യമൊക്കെ പണ്ട് എപ്പോഴും കയറി വരും. അപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചോറ് കഴിക്കുക, അത് പരസ്യമല്ലേ എന്നൊരു ചിന്തയാണ്. കാരണം ആ പരസ്യത്തിൽ അത് കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ ഉള്ളൂ ഇത്. അവരുടെ ചാനൽ, അവരുടെ വീഡിയോ, അവരുടെ കോണ്ടൻറ്റ്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിക്ക്, അതായത് സൊസൈറ്റിയിൽ അതായത് മോശകരമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം മാന്യമായിട്ട് പറയാം. എന്നതിനപ്പുറത്തേക്ക് അവരുടെ ചാനലിൽ എന്തോ ഓവർ എക്സ്പ്രഷൻ ഇട്ട് അവരുടെ ഹസ്ബൻഡുമായിട്ട് എത്ര അതായത് റൊമാൻറ്റിക്കായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്ത് സംസാരിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് മോശം പറയേണ്ടയോ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് അലക്കി സംസാരിക്കേണ്ട കാര്യമോ ഇല്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കല്യാണിക്ക് ജീവിക്കണ്ടേ, കല്യാണിയുടെ ചാനൽ കല്യാണി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, എസ്പെഷ്യലി അത് ഫുഡ് റിവ്യൂ ആണ്. ഫുഡ് റിവ്യൂവിന് അങ്ങനെ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ എന്നെനിക്ക് തോന്നി. ഞാൻ ഈ പറഞ്ഞതിന് നേരെ മറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അതായത് കല്യാണി ഫുഡ് റിവ്യൂ ആണെങ്കിൽ അവൻ ഓവർ എക്സ്പ്രഷൻ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് നാച്ചുറലായിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ കല്യാണി ആ മീൻകറി ചോറും എടുത്തിട്ട് സാധാരണ പോലെ കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവില്ല, അതെന്താ കഴിക്കുന്നത് പോലും മനസ്സിലാകത്തില്ല. ഇപ്പോൾ മനസ്സിലാക്കി തരാൻ ചില കോണ്ടന്റുകളിൽ ഓവർ എക്സ്പ്രഷനൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. കാണുന്ന കാഴ്ചക്കാർക്ക് അത് മനസ്സിലാവണം എന്നില്ല. അവർ കമൻറ്റ് സെക്ഷനിലൊക്കെ പോയി കമൻറ്റുകളായിട്ട് പറയും. പക്ഷെ അതും ഇതേ സെയിം പ്ലാറ്റ്ഫോമിലൂടെ മറ്റ് ആളുകൾ വന്ന് പറയുമ്പോൾ അത് മോശമായിട്ട് അതൊരു വ്യക്തി, അതായത് അതൊരു തെറ്റെന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് തോന്നി.